നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഒരു ലൈവ് വന്നത് ശ്രീമതി ഐഷ പോറ്റിക്ക് എതിരെയുള്ള വളരെ ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ പിരിഞ്ഞു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയതിന്റെ ഫലമായിട്ടുള്ള സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഈ അറ്റാക്ക് ചെയ്യുന്നവർ മനസ്സിലാക്കണം. ജി സുധാകരനെ പോലെ ഒരു പാർട്ടിയിൽ നിൽക്കാതെ ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു നിലപാടല്ല ഐഷ പോറ്റി സ്വീകരിച്ചത്. ഐഷ പോറ്റി കോൺഗ്രസ് പാർട്ടി കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അതായത് അവർ പാർട്ടിയിൽ ചേർന്നു, പാർട്ടി തീരുമാനമെടുത്ത് അവരെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ വന്ന വ്യക്തിയായിട്ടാണ് ഐഷ പോറ്റിയെ നിങ്ങൾ കാണേണ്ടത്. ചില ക്വസ്റ്റ്യനുകൾ ചില സുഹൃത്തുക്കൾ അയച്ചു തന്നത്, അവർ എന്തുകൊണ്ട് പോയി, എന്താണ് ഇതിന്റെ പിന്നിലെ അവരുടെ ചേതോവികാരം, ഇത്രയും നാൾ വളർത്തിയ പാർട്ടി അപമാനിച്ചത് ശരിയായോ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ എന്റെ സുഹൃത്തുക്കൾ, എനിക്ക് ഇടതുപക്ഷത്തിലായാലും ബി ജെ പിയിലൊക്കെയും എന്റെ സൗഹൃദ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ആരെയും വെറുപ്പിക്കാൻ പോകുന്ന ഒരാളല്ല. ബാലഗോപാൽ സഖാവ് കൊട്ടാരക്കരയിൽ വികസനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളല്ല ഞാൻ. അത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അതിനു മുമ്പുള്ള MLA-മാരും അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നും പോകരുത്. അത് രാഷ്ട്രീയത്തിന്റെ മര്യാദയുടെ ഭാഗമാണ്. പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കുകയല്ല. ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ചില പ്രതിസന്ധികളും ചില അടവു നയങ്ങളും പ്രയോഗിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊട്ടാരക്കരയിൽ ശ്രീമതി ഐഷ പോറ്റിക്കെതിരെയുള്ള വാഗ്വാദങ്ങളെ സ്വീകരിക്കുന്നു. അതിനെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിയുകയും ചെയ്യും. എന്നാൽ വ്യക്തിപരമായി ചീത്ത വിളിക്കുക, അപമാനിക്കുകയും ചെയ്യുന്നതിനോട് യോജിപ്പില്ല. ആ യോജിപ്പില്ലായ്മയുടെ ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എന്റെ പല സുഹൃത്തുക്കളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വാഗ്വാദങ്ങൾക്കും ഇടയായത്. ഇത് സ്നേഹപരമായ വാഗ്വാദങ്ങൾ. നമുക്ക് രാഷ്ട്രീയത്തിൽ പൊതുവായ ശത്രുക്കളല്ല പ്രധാനം. നമുക്ക് രാഷ്ട്രീയത്തിന്റെ വികസനങ്ങളും അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ചില രാഷ്ട്രീയവും ഉണ്ട്. നമുക്ക് വികസനം എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ വികസനമാണ് സംസാരിക്കേണ്ടത്. നമുക്ക് 10 വർഷം മുമ്പൊരു നിലപാട് സ്വീകരിക്കേണ്ടത് സ്കൂളുകൾ ഇത്തരത്തിലായിരിക്കണം, അത് നാളുകളുടെ സ്കൂളുകളായി തീരുന്നില്ല എങ്കിൽ അതിന് ഇന്ന് ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ എന്റെ സാരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വികസനത്തിന്റെ ഭാഗം പറയുമ്പോൾ 2014 ശേഷം ഉണ്ടായ വികസനം വ്യത്യസ്തമാണ്. ഈ ആൽഫ സ്റ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ള വികസനം വ്യത്യസ്തമാണ്. ആ വികസനം അത് AI-യുടെ വികസനം കൂടിയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വികസനം കൂടിയാണ്. ആ വികസനം ചർച്ച ചെയ്യപ്പെടേണ്ടത് നമുക്ക് ഡയറക്റ്റ് ഉള്ള ചർച്ചയിലൂടെ പോകത്തില്ല. പഴയ കാലഘട്ടത്തിന്റെ കമ്മ്യൂണിസവും പഴയ കാലത്തിന്റെ മാർക്സിസവും കൊണ്ടുവന്ന് പുതിയ കാലഘട്ടത്തിന്റെ ചർച്ചകൾക്ക് വിനിയോഗിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കമ്മ്യൂണിസത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാലാകരണപ്പെട്ടുപോയ പല നിയമങ്ങൾ എടുത്തു മാറ്റണമെന്നും കാലാകരണപ്പെട്ടുപോയ ആശയങ്ങൾ എടുത്തു മാറ്റണമെന്നും ഞാൻ പലയിടത്തും സംവാദിക്കാറുണ്ട്. കാരണം ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് മാസ്റ്റർ ഡിഗ്രിയും അല്ലെ MPhil ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാഷ്ട്രമീമാംസ പഠനം നടത്തിയ ഒരാളെന്നുള്ള രീതിയിലുള്ള ചെറിയ അറിവുകൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് എന്ന് സാരം. ഞാനപ്പോൾ വാഗ്വാദം നടത്തുന്നത് എനിക്ക് കയറി അക്രമ രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ ഒരാളെ തെറ്റായ രീതിയിൽ, അതായത് ചീത്ത വിളിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം എനിക്ക് വശമില്ലാത്തത് കൊണ്ട് ഞാൻ അവരോട് കൃത്യമായ രീതിയിലുള്ള സംഭാഷണ ശൈലിയിലുള്ള രാഷ്ട്രീയത്തെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ സ്വാഗതം ചെയ്തപ്പോൾ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ എനിക്ക് വാട്സപ്പിലൂടെ ഇട്ടു തന്നിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ ഇടതുപക്ഷത്തിലുണ്ട്. അവരുടെ ചോദ്യങ്ങൾ, എന്തിനാണ് ഐഷ പോറ്റി വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ വന്നത്, എന്തിനാണ് വന്നത് എന്ന ചോദ്യം, അതിന് ഒരു മറുപടി തരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ, ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഐഷയെ പറ്റിയെ അനുകൂലിച്ചു പറയാൻ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ സംവാദിക്കാൻ തയ്യാറാകുകയാണ്. ഒന്ന്, ജനങ്ങൾക്ക് വേണ്ടി എടുത്ത ധൈര്യമായ തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അവരെന്തിനാണ് പാർട്ടി വിട്ടത് എന്നതിന്റെ മറുപടി ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. പാർട്ടി മാറിയത് വ്യക്തിപരമായ ഒരു ലാഭത്തിനല്ല. ഐഷ പറ്റി പറഞ്ഞതാണ്, ഇതെന്റേതല്ല. വ്യക്തിപരമായ ഒരു ലാഭത്തിനു വേണ്ടി ഞാൻ പാർട്ടി വിട്ടില്ല. ഞാൻ പാർട്ടി വിട്ടത് എന്റെ ആശയങ്ങളുമായി ചേർന്നു പോകാൻ കഴിയുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയമല്ല ഇവിടെ പറയുന്നത്. അവരെ രാഷ്ട്രീയപരമായി മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് പോകാൻ കഴിയില്ല. നമുക്കറിയാം, ഇപ്പൊ ജി സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നതും ഞങ്ങളുടെ K സുധാകരൻ മത്സരിക്കാൻ ശ്രമിക്കുന്നതും കേരളത്തിന്റെ വിവിധ രാഷ്ട്രീയ മാറ്റങ്ങളും
കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്കും, കമ്മ്യൂണിസ്റ്റിൽ നിന്ന് കോൺഗ്രസിലേക്കും, കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും, ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും, കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ബി ജെ പിയിലേക്കും, ബി ജെ പിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്കും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകർ മാറുന്നതിന് ഇന്ന് എന്തുകൊണ്ട് ആശയപരമായ പ്രതിസന്ധികളില്ലാത്തത് ഒരു ചോദ്യം തന്നെയാണ്. പണ്ട് ഞാൻ കോൺഗ്രസിൽ നിൽക്കുന്നത് ഐഡിയോളജിയുടെ പേരിലാണെന്ന് പറയുന്ന ആ നിലപാടിനെ യോജിക്കുന്ന എത്ര പേരുണ്ട്? ഞാനിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, ഞാൻ 32 വർഷക്കാലമായിട്ട് നിൽക്കുന്ന എനിക്ക് പറയാൻ പറ്റും ഞാൻ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തില. കാരണം രാഷ്ട്രീയ പോസ്റ്റോ എന്ന് തന്നെ ഉള്ള പോസ്റ്റുകൾ സ്വീകരിക്കാനോ ലഭിക്കാനോ കഴിയാതെ പോയിട്ടുള്ളത് കൊണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ്. ഐഡിയോളജി ഞാൻ ആമാശയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ ആരൊക്കെയാണോ ചില ഐഡിയോളജികളിൽ നിന്ന് മാറുന്നത്, ഐഡിയോളജി മാറുന്നത് പല ഘട്ടത്തിലാണ്. ഐഷ പോറ്റി സ്വീകരിച്ച നയം വ്യത്യസ്തമാണ്. അവരെ തഴയപ്പെടുന്ന ഒരു രാഷ്ട്രീയം, വ്യക്തികൾക്ക് നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ വളർച്ച വ്യക്തികൾക്കുണ്ടാകണം. വ്യക്തികളാണ് രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. കാരണം നരേന്ദ്രമോദി ഇല്ലാത്ത ബി ജെ പിയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? പിണറായി ഇല്ലാത്ത CPM. എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല. ഇവിടെ നേതാക്കന്മാരുടെ ബാഹുല്യമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അത്തരത്തിൽ നേതാക്കന്മാർ ഓറിയന്റഡ് ആയിട്ടുള്ള പാർട്ടികളുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇത് BJP ആയാലും മറ്റുള്ള ചില പാർട്ടികൾ അങ്ങനെയാണ്. ഇപ്പൊ സ്റ്റാലിൻ ഇല്ലാത്ത തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകം, അങ്ങനെ പല പാർട്ടികൾക്ക് അങ്ങനെയുണ്ട്. വിജയ് ഇല്ലാത്ത അയാളുടെ പാർട്ടി. അങ്ങനെ പാർട്ടികളിൽ വ്യക്തിക്ക് സ്വാധീനമുണ്ട്. അപ്പൊ വ്യക്തികളായിട്ടുള്ളവർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളായി മാറുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ അത്തരത്തിലാണ് ജയിച്ചത്. അവരൊരു സ്ത്രീയാണ്. അവർക്ക് സ്ത്രീജനങ്ങളുടെ വോട്ടുകൾ കൂടുതൽ കിട്ടുന്നു. അതുകൊണ്ട് അവര് ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കാൻ കാരണമായി മാറിയത്. അങ്ങനെ ആർ ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരു മനുഷ്യനെ തോൽപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞാൻ വിചാരിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് എന്റെ കുറച്ച് ദിവസത്തെ രാഷ്ട്രീയ പ്രവർത്തനം അവരോടൊപ്പം. ഞാൻ വലിയ ബഹളവും കോലാഹലവും ഉണ്ടാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആളല്ല. ഞാൻ വളരെ നിശബ്ദമായ രീതിയിൽ പ്രാദേശികപരമായി കൊട്ടാരക്കര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങൾ, നിയോജകമണ്ഡലങ്ങളിൽ ഓരോ ആൾക്കാരുടെയും വോട്ടുകൾ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള CPMകാരും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയത്തിലുള്ളവരും ഐഷ പോറ്റിയെ എതിർ പറയുന്നുണ്ട് എങ്കിലും ഗ്രീവൻസ് ഒക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഐഷ പോറ്റി എന്ന് പറയുന്ന സ്ത്രീ സമൂഹത്തിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് അതായത് വിളിച്ചു പറയാത്ത സത്യങ്ങളാണ്. വിളിച്ചു പറയാത്ത സത്യങ്ങൾ, അപ്രിയമായ സത്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യപ്പെടാത്ത സത്യങ്ങൾ കൂടുതലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ 2-3 സ്ഥലങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ട് പറയുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു നേതൃത്വമാണ് എന്ന് വളരെ വ്യക്തമായി തോന്നിയത് കൊണ്ടാവാം സൈബർ അറ്റാക്കുകൾ വലുതാകുന്നത്. ചീത്ത വിളിക്കുന്നതും അത്രയും അപമാനിക്കുന്നതിനോട് ഇടതുപക്ഷത്തിന് അവരോട് ദേഷ്യം വരാം, അവരെ ചോദ്യം ചെയ്യാം. അത് ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ളതായിരിക്കണം. അപ്പൊ ആ ചോദ്യത്തിന്റെ എനിക്ക് പറയാനുള്ളത്, അവരെന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തു? ജനങ്ങൾക്ക് വേണ്ടി എടുത്ത ധൈര്യമായ ഒരു തീരുമാനമാണെന്ന് ഞാൻ പറയുന്നു. പാർട്ടി മാറിയത് വ്യക്തിപരമായ അവരുടെ ലാഭത്തിനല്ല, മറിച്ച് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണെന്ന് അവർ പറഞ്ഞത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അവരുടെ മനസ്സിൽ തനിക്ക് ഈ മണ്ഡലത്തിൽ കൂടുതൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ ഇതേ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറാകുന്നത് എന്ന് അവർ എന്നോട് പറഞ്ഞതും അവർ പറഞ്ഞു വെച്ചിട്ടുള്ളതും എന്റെ നരേറ്റീവ് ഞാൻ അത് അനുസരിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങളോട് അത് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ പറയുന്നത് വെല്ലുവിളിയല്ല, ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കേണ്ട കാര്യവും എനിക്കില്ല. പക്ഷേ രാഷ്ട്രീയപരമായ വെല്ലുവിളിയാണ്. നിങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നവർക്കും മോശമായ വശമുണ്ടെങ്കിലും അത് പ്രായോഗികമായ തലത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അവരെ ആക്ഷേപിക്കുന്നത് വളരെ മോശമായ രീതിയിലുള്ള ഒരു സംഭാഷണം കേട്ടതുകൊണ്ടും എന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ രണ്ടാമത്, അവര് കോൺഗ്രസ് വന്നു ചേർന്നത് എന്തിന് എന്നുള്ളത് 2 കാര്യങ്ങളുണ്ട്. അവർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ കോൺഗ്രസ് അവരെ എടുത്തത് അവരുടെ പ്രവൃത്തി പരിചയവും അവരൊരു സ്ത്രീ എന്നുള്ള നേതൃത്വവും അവർക്ക് ഈ 3 പ്രാവശ്യം ഈ കൊട്ടാരക്കര ഭൂരിപക്ഷം കൂട്ടി നിലനിൽക്കാൻ കഴിഞ്ഞതുമൊക്കെ
അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായതുകൊണ്ടാണ്. അതാണ് കോൺഗ്രസ് അവരെ പരിഗണിക്കാൻ കാരണമായിട്ടുള്ളത്. മനസ്സിലായോ? 3 പ്രാവശ്യം വികസന കാര്യങ്ങളിൽ ഒരു കണ്ടിന്യൂറ്റി വെച്ചൊരു സ്ത്രീയാണ് അവർ. കൊട്ടാരക്കരയിൽ കോടതികളായാലും IHRD ആയാലും സമുച്ചയങ്ങളായാലും അതോടൊപ്പം തന്നെ മിനി സിവിൽ സ്റ്റേഷൻ ആയാലും കൊട്ടാരക്കര വില്ലേജ് ഓഫീസ് ആയാലും കൊട്ടാരക്കരയിലെ പാലങ്ങളായാലും പുലമൺ തോടുകളായാലും മീൻപിടിപ്പാറകളായാലും അവർ ചെയ്തു വെച്ച വികസനത്തിന് എണ്ണം പറയാൻ പറ്റാത്ത വികസനങ്ങൾ ചെയ്തു വെച്ചു. പൂർത്തീകരിക്കാനുള്ളതായിട്ടുള്ള റിംഗ് റോഡ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈപ്പാസിന്റെ നിർമ്മാണത്തിന് അല്ലായിരുന്നു അവർ കൂട്ടിയത്. അവർ ഒരു മേൽപ്പാല സംവിധാനത്തെ പറ്റി ചിന്തിച്ചിരുന്നു. അവർ അതുപോലെ തന്നെ നെടുവത്തൂരിൽ വന്ന റോഡ് അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റി അവർ ചെയ്തു വെച്ചിരുന്ന വികസനങ്ങൾ തുടർക്കഥയായി മാറിയില്ല. പക്ഷേ അവർ ചെയ്ത പല കാര്യങ്ങളും അവരെ വിളിക്കാതെ പോയതുകൊണ്ടൊക്കെയാണ്, അവരെ തള്ളിക്കളഞ്ഞ് നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് അവർ ആ പാർട്ടി വിട്ടത് എന്ന് പറയുന്നതും ഒക്കെ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു. അവർ കോൺഗ്രസ് പരിഗണിച്ചത് അവരുടെ ഈ പ്രവൃത്തി പരിചയം, അവർ പുതിയ ആളല്ല ഞങ്ങൾ അവരെ വിളിക്കാൻ കാരണം അവരൊരു പ്രൂവൺ ലേഡി ആയതുകൊണ്ടാണ്, പ്രൂവ് ചെയ്ത ലീഡർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഐഷ പോറ്റിയെ വിളിച്ചത്. അല്ലാതെ അവർ ഒരു പഴയ ആളായതുകൊണ്ട്, അവർ ഒരു പുതിയ ആളെ അല്ലായിരുന്നു. അവർ പഴയതായി ജനങ്ങളോടൊപ്പം നിന്നവരായതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചോദിച്ചതിന്റെ മറുപടിയോടൊപ്പം ഞാൻ ഇതുകൂടെ ആഡ് ചെയ്യുന്നു. ഒരു പ്രൂവൺ ലീഡർ ആണെന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിൽ ഞാനായാലും ആരായാലും ബാലഗോപാൽ സഖാവായാലും ആരായാലും രാഷ്ട്രീയത്തിൽ നേതൃത്വം ആഗ്രഹിക്കാത്തവർ, രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും ഞാൻ തന്നെ 10-32 വർഷക്കാലത്തെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തഴയപ്പെടുന്നതിൽ വിഷമമുള്ള ആൾ തന്നെയാണ്. പക്ഷേ നമ്മൾ മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിട്ടില്ല. അങ്ങനെ സോറി തെറ്റിപ്പോയോ എന്നൊരു സംശയം, വികാരം കൊണ്ട് പറഞ്ഞു. അതാ, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിൽക്കുന്നത് എന്റെ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ്. ഞാൻ സോഷ്യലിസം, ജനാധിപത്യം, മതേതരത്വം, സെക്യുലറിസം, റിപ്പബ്ലിക്കൻ ആശയങ്ങളോട് താല്പര്യപ്പെടുന്ന, അതായത് ഞാൻ എവരി ടൈം ഐ ആം തിങ്കിങ് വാട്ട് ദ ഐഡിയോളജി ഓഫ് ഇന്ത്യ ഈസ് ദ ഐഡിയോളജി ഓഫ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ് പഠിച്ച് അതിനകത്തോട് ചേർന്ന് സെക്യുലറിസം തന്നെയായിരിക്കും എന്നെ ഈ പാർട്ടിയോട് ആ മതേതരത്വ ചിന്തയായിരിക്കും എന്നെ കൂടുതൽ ഇതിനോട് ചേർത്ത് നിർത്തിയത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തെ കാണുന്നത് കൊണ്ടാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇതൊക്കെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. BJPക്ക് അതൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പ്രശ്നമാണ്. ജാതികളും മതങ്ങളും ഒക്കെ എല്ലാവരെയും അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന, ഭാരത് മാതാവിന്റെ ആ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആ കാഴ്ചപ്പാടുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്തയും അതിൽ ഞാൻ നിൽക്കുന്നതും. മനസ്സിലായോ? അപ്പൊ ആ വികാരത്തെ ഉൾക്കൊണ്ടുവരുന്നവരെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അങ്ങനെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയത്തിൽ വരുന്ന അവർ പറഞ്ഞൊരു പോയിന്റൂടെ, ഞാൻ തുടങ്ങി വെച്ച വികസനം എന്റെ ജനത്തിന് വേണ്ടി പൂർത്തീകരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം എന്നാണ്. ഇനി എനിക്ക് അവർക്ക് വേണ്ടി പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി കൊട്ടാരക്കരയ്ക്ക് നെക്സ്റ്റ് ലെവൽ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ ചെയ്തു വെച്ച കാര്യങ്ങളോ, റോഡ് വേണം, റോഡ് അത്യാവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി. ഇൻ ദാറ്റ് കേസസ് കൊട്ടാരക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് അതിനകത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തൊന്നും എതിര് പറയുന്ന ബാലഗോപാൽ സഖാവ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളല്ല. അയാൾ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം വളരെ കാര്യങ്ങൾ കൊട്ടാരക്കരയ്ക്ക് ചെയ്തു. അദ്ദേഹം ഐഷ പോറ്റി ചെയ്തു വെച്ച ആ പാത വെടുപ്പാക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും സ്പീഡോടെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അതൊക്കെ ഐഷ പോറ്റി ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ്. ചെയ്തു വെച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ചില സ്പീഡിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്യേണ്ട, ഞാനൊരു വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ സ്കൂൾ സമഗ്രമായ വികസനം, ആർദ്രം പദ്ധതി ആയാലും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഗ്രീൻ കേരള ആയാലും അതുപോലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു, ദിനേശനല്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചാൽ ഞാൻ പറയും, യു ഫോൾസ് മച്ച. ഒരുപാട് നരേന്ദ്രമോദി RSSലുണ്ട്. മനു എം പിള്ള, ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ചുണയുണ്ടെങ്കിൽ നരേന്ദ്രമോദി രാജിവെച്ചിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനെ ഒന്ന് ജയിക്കാൻ പറ. നിങ്ങൾ നരേന്ദ്രമോദി രാജിവെക്കും എപ്പോഴാണെന്ന് അറിയാമോ? ഇവിടെ വർഗീയതയുടെ മാക്സിമം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ മനുവിനെ എതിർക്കുകയൊന്നുമല്ല. മനു, യു ആർ മൈ ഫ്രണ്ട്. എനിക്ക് നാളെ നിങ്ങൾ ഇവിടെ BJP അതമ്പതിച്ചു പോയാലും നിങ്ങൾക്ക് കോൺഗ്രസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അന്ന് നെഗറ്റീവ് പറയുന്നതല്ല, എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട് മനു, അതുകൊണ്ടാണ്. മനുവിന്റെ രാഷ്ട്രീയത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അപ്പോ ജനങ്ങളോട് ഇപ്പൊ എന്ത് പറഞ്ഞാൽ പറഞ്ഞ ഒരു നെക്സ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചൈന ഡെവലപ്ഡ് ഒരു കൺട്രിയാണ്. വൈ ഹൗ? ഈ 2014 ശേഷമുണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പഴയ കാലഘട്ടത്തിന്റെ ഡെവലപ്മെന്റിൽ നിന്ന് വ്യത്യസ്തമാണ്. സ്കൂളുകൾ നിങ്ങൾ ബുക്കുകളെ മാറ്റി ബുക്ക്ലെസ് ആയത്, നമ്മൾ ക്യാഷ്ലെസ് മണിയിലേക്ക് പോയതുപോലെ ബുക്ക്ലെസ് എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകണം. പാംലെറ്റുകളും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പുകളും ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾ വളരെ ഇന്നത്തെ ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, നമുക്കറിയാമല്ലോ നമ്മുടെ വിദ്യാഭ്യാസം UGC നമ്മുടെ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്ലസ് സ്കിൽ പ്ലസ് വാല്യൂസ് ആണ്. വാല്യൂസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ദ സെയിം ടൈം സ്കിൽസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് ഇൻഫർമേഷൻ വി വിൽ ഗെറ്റ് ഫ്രം എനിവെയർ, എനി സോഴ്സസ്, ഫ്രം എനി സോഴ്സസ്. ദാറ്റ്സ് ഫ്രം വി ആർ ഗെറ്റിംഗ് ഫ്രം ദ ഗൂഗിൾ ആൻഡ് അതർ ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എന്തായിരിക്കരുത്? നോട്ട് ഓൺലി ഫോർ ദ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളും ആപ്പുകളും ഇന്ന് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. മനു പോലെ ഞാൻ അങ്ങനെ എതിരായിട്ട് പറഞ്ഞു ഒന്നല്ല. അപ്പൊ എന്താ ഇത്? അങ്ങനെയുള്ള വിദ്യാഭ്യാസം, ചൈനയിലുള്ള വിദ്യാഭ്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവര് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, അങ്ങനെ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് വികസനം എങ്ങനെയായിരിക്കണം? ബാലോത്സവ ചെയ്താലും കാലഘട്ടത്തിന്റെ വികസനം, നിങ്ങൾ ബോയ്സ് ഹൈസ്കൂളിൽ കൊടുത്ത വികസനം, അതൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ദേ ആർ ഗെറ്റിംഗ് ഇന്റർനെറ്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ദേ ആർ പ്രൊവൈഡിങ് ആൻഡ് ഗുഡ് ടീച്ചേഴ്സ് ദേ ആർ ഗെറ്റിംഗ്. അങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് ഓൺലി ഫോർ ദ പർട്ടിക്കുലർ സ്കൂൾസ്, ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ദാറ്റ് ഫെസിലിറ്റി ഓൺലി ഫോർ 150 സ്റ്റുഡൻസ്. കൊട്ടാരക്കര A+ ഉള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞ തൗസൻഡ്സ് ആണ്. അത്രയുള്ള കുട്ടികളിൽ ഈ പറയുന്ന 150 കുട്ടികൾക്ക് മാത്രം ഈ ഫെസിലിറ്റി കിട്ടുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എവിടെ പഠിക്കും, എങ്ങനെ പഠിക്കും? അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ നയത്തിനകത്ത് വരുന്നതായ വിദ്യാഭ്യാസം സമഗ്രമായിരിക്കണം. എനിക്ക് സദാനന്ദപുരം സ്കൂളിൽ നിന്നും കിട്ടണം, പുത്തൂർ സ്കൂളിൽ നിന്നും കിട്ടണം, കുളക്കട സ്കൂളിൽ നിന്നും കിട്ടണം, കൊട്ടാരക്കര എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന നൂതനപരമായ വിദ്യാഭ്യാസം ലഭിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് വികസനം എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ. അതുകൊണ്ട് അതാണ് ഐഷ പോറ്റി ആഗ്രഹിക്കുന്ന നെക്സ്റ്റ് ലെവൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ ഡെവലപ്മെന്റ്സ് അടുത്ത ഗവൺമെന്റ് UDF വരുന്നുണ്ട്, അവർക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ അതിന് ആൻസർ അതാണ് പറയുന്നത്. പിന്നെ ജനങ്ങളോട് അടുത്തൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഞാൻ അതിന്റെ എന്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന്റെ അടുത്ത മറുപടി. പിന്നെ എന്തുകൊണ്ടാണ് ഐഷ പോറ്റി ഇങ്ങനെ ചിന്തിച്ചതെന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനത് ഉൾക്കൊള്ളുന്നു. നിങ്ങൾക്ക് ദ സെയിം ടൈം യു ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻസ്, ഐ വിൽ ഗിവ് യു ദ ആൻസേഴ്സ് ത്രൂ ദിസ്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് പൊളിറ്റിക്സ് അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർ ജനത്തോട് ഇറങ്ങിച്ചെല്ലുന്ന പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ പിണറായി വിജയൻ, നരേന്ദ്രമോദി ആൻഡ് ഓൾ, അത് അവർ, കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്താൽ ദേ വിൽ കം ദെയർ ആൻഡ് എന്താന്ന് പറഞ്ഞ അവർ പ്രസംഗിച്ചിട്ട് പോകും. അവരെല്ലെന്നുണ്ടെങ്കിൽ അത് ഇന്നതുപോലൊക്കെ ഒന്ന് പ്രഖ്യാപിച്ചിട്ട് പോകും. ഞാൻ അതല്ല പറയും. ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പൊ അതിനെ ഇങ്ങനെ ഞാൻ പറയുന്നത്, ദേ ആർ നോട്ട് ഓഫീസ് പൊളിറ്റീഷ്യൻസ്, ദേ ആർ പീപ്പിൾ MLA. അങ്ങനെ പറഞ്ഞൂടെ അവര് പീപ്പിൾസ് MLA എന്ന് അവരെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ ഹാവ് എ ഗുഡ് കോണ്ടാക്ട് വിത്ത് ദ ഓർഡിനറി പീപ്പിൾ. അതുകൊണ്ടാണ് ഞങ്ങൾ അവർ ജയിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നിങ്ങൾ അങ്ങനെ കാണണം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇതൊരു പവർഫുൾ ഇമോഷണൽ റിയാക്ഷൻ ഉണ്ട് അതിനകത്ത്. അങ്ങനെ ആയിക്കൂടെ? അവരെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ, അയനാത്തിനപ്പുറത്തുള്ള പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവരെ നെഗ്ലക്ട് ചെയ്ത് മെമ്പർമാരുടെ പേര് വെച്ചു, എന്നെ വിളിച്ചില്ല, ഞാനാണ് ഈ പാലം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചത് എന്നവർ പറയുമ്പോൾ, 90 ലക്ഷം രൂപ വെച്ചതെന്ന് പറയുമ്പോൾ, അവരെ വിളിക്കാതിരുന്ന ഈ വക കാര്യങ്ങൾ കൊണ്ടാണ് അവർ പോയത്. അതൊരു ഇമോഷണൽ നറേറ്റീവ് അതിനകത്ത് ഉണ്ടായതുകൊണ്ട് അതിനെ ഞാൻ അങ്ങനെ ആൻസർ തരുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീ, വീട്ടിലിരുന്ന സ്ത്രീയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് പ്രാപ്തയാക്കിയത് ഞങ്ങളല്ലേ? കറക്റ്റാണ്. ഒരാളെ സെലക്ട് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ കണ്ടെത്തി ഒരാളെ വഴി കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ രംഗത്ത് കൊണ്ടുവരുന്നത്. 1996 കാലഘട്ടത്തിൽ വാജ്പേയിയും അദ്വാനിയും ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഗുജറാത്തിൽ ഒരു ചെറുപ്പക്കാരനെ, അതും RSSന്റെ ഒരു പ്രചാരകായ ഒരു പയ്യനെ വിളിച്ചിട്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്നും അയാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെ വിളിക്കാനുള്ള അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നത് അതൊരു ദീർഘവീക്ഷണപരമായ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ RSS കൊടുത്തൊരു നേതൃത്വമായിട്ട് അതിനെ കാണുന്നു. അത് നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ ഐഷ പോറ്റിയെ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ CPM എടുത്തിട്ടുള്ള ഇത് നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിതകാലം മൊത്തം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ 8 മുഖ്യമന്ത്രിമാരെ BJPയുടെ മുഖ്യമന്ത്രിമാരായി മാറി.
എത്രയായിരം നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് BJPക്ക് സംഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജി സുധാകരൻ ഇടതുപക്ഷത്തിൽ നിന്ന് മാറി ഇടതുപക്ഷം ഇനി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ് UDFന്റെ പിന്തുണ നേടുന്നു. അതുകൊണ്ട് അവരൊരു സ്ത്രീ കൂടി ആയതുകൊണ്ട് അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ സ്ത്രീ നേതൃത്വത്തിന്റെ ശക്തിയാണ് എന്ന കാരണം എന്ന് പറഞ്ഞാൽ ഷി വാസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് മോർ ദാൻ ഇത്രയും കോടി ജനങ്ങളുടെ ഒരു ലീഡറായിട്ടാണ് അവർ വന്നത്. അവരെ അന്ന് പരിഗണിച്ച് ഒരു മന്ത്രിസ്ഥാനമോ മറ്റുള്ളതോ കൊടുത്ത് കൂടെ നിർത്താൻ കഴിയാതെ പോയത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ നെറികേടാണോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായി ഞാൻ ഇതിനെ, നിങ്ങൾ ഈ ചോദിച്ച മറുപടിക്ക് ഇതാണ് എനിക്ക് തരാൻ തോന്നുന്നത്. എ സ്ട്രോങ് വുമൻ ലീഡർഷിപ്പ് എന്ന് ഞാൻ ഇതിനെ വിളിച്ച് അവിടെ നിർത്തുന്നു. അടുത്ത ഡിസ്റ്റർബൻസ് വന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോ ക്വസ്റ്റ്യൻ പോയല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു ലിനി ഓക്കെ. അപ്പൊ സ്ത്രീ നേതൃത്വത്തിന്റെ ശക്തി എന്ന ഒരു വനിതാ പൊളിറ്റിക്സ്, അതാണ് അവർ ചോദിച്ചതിനകത്ത് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഒരു സ്ട്രോങ് വുമൻ ലീഡർഷിപ്പ് എന്ന രീതിയിലാണ് ഞങ്ങൾ അവരെ കൺസിഡർ ചെയ്തത്. കാരണം അപ്പൊ ചോദിക്കും, കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളില്ലായിരുന്നോ? കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും വളരെ ലുബ്ധത കാണിക്കാറുണ്ട്. അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ നെക്സ്റ്റ് ടൈമില് 30 ആവുമ്പോഴത്തേക്ക് ലോക്സഭയിൽ 33% സംവരണം വരുന്നോടെ ആ സംവിധാനത്തിനകത്ത് വ്യത്യാസം വരും. സ്ത്രീ ജനങ്ങൾക്ക് സാധ്യതകൾ വർദ്ധിക്കും. അന്നൊക്കെ ഐഷ പോറ്റിയെ പോലെയുള്ള ഒട്ടനവധി സ്ത്രീകൾ വരും എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനി അടുത്ത, എന്തിന് പാർട്ടി മാറി? ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിയോട് പറഞ്ഞു മത്സരിച്ചുകൂടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം. അതിന് മറുപടി, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അവർക്ക് ചെയ്യാൻ കൂടുതൽ സ്പേസ് കിട്ടാൻ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വളർച്ചയാണ് എനിക്ക് പ്രധാനം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ രാഷ്ട്രീയം മാറി എന്നതാണ് എനിക്ക് അവർക്ക് വേണ്ടി പറയാനുള്ള ആ നടപടി. അതായിരിക്കണം അവരുടെ മറുപടി എന്ന് ഞാൻ പറയുന്നു. ഞാൻ അവർക്ക് വേണ്ടി പറയുക. ഇനി അടുത്ത, പിന്നെ അവരോടൊരു ചോദ്യം, ഒരിക്കലും പഴയ പാർട്ടിയെ അറ്റാക്ക് ചെയ്തത് അത് ബാക്ക് ഫയർ ചെയ്യുന്നതിന് തുല്യമല്ലേ? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു ബഹുമാനത്തോടുകൂടി പറയുകയാണ്. ആ രാഷ്ട്രീയത്തിനോട് എനിക്കും യോജിപ്പില്ല. പക്ഷേ ഐഷ പോറ്റി ഒരു ദിവസം ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു എന്നുള്ളത് ഞാനും അഡ്മിറ്റ് ചെയ്യുന്നു. വീണ്ടും പറയുന്നതിൽ അവർ താല്പര്യം കാണിച്ചിട്ടില്ല. അവർ ഇന്ന് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിന് മുതിരുന്നുമില്ല. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെതെന്ന് പറഞ്ഞ് അവർ അത് വിട്ടിരിക്കുകയാണ്. ഇനി അതിനകത്ത് വേറെ അപ്പീലൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവിനെയും അവർ മാന്യതയോടുകൂടി മാത്രമേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അവർ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വരുന്നില്ല, KN ബാലഗോപാൽ സഖാവിനെ ആക്രമിക്കാൻ വരുന്നില്ല എന്ന് കൃത്യമായ രീതിയിൽ ഞാനത് ഓർക്കുകയാണ്. അത് നിങ്ങൾക്ക് വികസനത്തിനായി എടുത്ത ധൈര്യമായ ഒരു തീരുമാനം മാത്രമാണ് അവരുടേത്. അവര് നമ്മുടെ MLA ആയി കൂടുതൽ ശക്തിയായി വരട്ടെ എന്ന് അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. അവരങ്ങനെ പറഞ്ഞതിനകത്തൊന്നും യാതൊരു ഇതും എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെ ഇനി പറയത്തില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞതായിട്ട് ഇങ്ങനെ ചാനലുകളിലൂടെ ഞാനും കേട്ടു. അതുകൊണ്ടാണ് നിങ്ങളുടെ ആക്രമണം കടുപ്പിച്ചതെങ്കിൽ അവർ അത്തരത്തിലൊരു സ്ത്രീ അല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. പിന്നെ ഞാൻ പറയുന്ന 3 ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ എനിക്ക് തന്നത് അല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാം വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു. എന്തിനാണ് ഞാൻ ഇത് കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് കൊണ്ട്, ആനുകാലിക രാഷ്ട്രീയവും കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അത് ചിലപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസ് പാർട്ടിയിൽ പുതുതായതുകൊണ്ട് അതിന് മറുപടി പറയാൻ അവർക്ക് കഴിയാതെ വരുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഐഷ പോറ്റിയുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഐഷ പോറ്റിയെ പോലെ ഒരു എമ്പതി ഉണ്ടായി, അത് അവരോടൊരു സിമ്പതി തോന്നിയല്ല, ഞാൻ അവരുടെ കാഴ്ചപ്പാടിൽ തന്നെ അവരായി നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇനിയെങ്കിലും ഒരമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ പോലെ ബാലഗോപാൽ പോലും കൺസിഡർ ചെയ്തിരുന്ന, ഞങ്ങളൊക്കെ എന്ത് ബഹുമാനത്തോടെയാണ് KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മിനിസ്റ്ററെ കാണുന്നത്. ഞങ്ങൾ അവരെ ആക്രമിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ രാഷ്ട്രീയം ജയിക്കുമെന്നും ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ വ്യക്തികളെ ആക്രമിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിണറായി വിജയന്റെ വ്യക്തിയെ ഞാൻ ഇതെന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി ആക്രമിക്കില്ല. പക്ഷേ രാഷ്ട്രീയപരമായി അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യും. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലല്ലല്ലോ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലൂടെയല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിലെ കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ
കമ്മ്യൂണിസം എന്ന കാഴ്ചപ്പാട് ഇല്ലായ്മയുടെ കാഴ്ചപ്പാട്, ഉള്ളവനിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊടുത്തിരുന്ന, അന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ മേടിച്ചിരുന്ന ആ പാർട്ടിയുടെ നിലപാട് ഇന്നത്തെ കാലഘട്ടത്തിന് ഉചിതമല്ലാത്തത് കൊണ്ടും അനുചിതമായതിനെ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു നിയോ കമ്മ്യൂണിസം വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ BJP തീവ്ര വലതുപക്ഷത്തെ മാറ്റി നിർത്തി UDFും LDFും ഉള്ള ആ തട്ട് നിലനിർത്തുന്നത്. കേരളത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണ്, കേരള ജനതയുടെ ഒന്നിപ്പിന് അത്യാവശ്യമാണ്. ഇവിടെ വർഗീയത പാടില്ല. ആ പാലയിലൊക്കെ മത്സരിക്കുന്ന അപ്പൻ്റെ മോന്റെ ഒക്കെ പേരെന്തുവായിരുന്നു നമ്മളുടെ? TT ചാക്കോ അല്ലല്ലേ, PC ചാക്കോ, ഷോൺ ജോർജ്, അവരെന്താ സംസാരിക്കുന്നു? ഇപ്പൊ ഇതിനകത്ത് തന്നെ അജയൻ ചേട്ടൻ എന്നാണ്. അജയൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്റെ ജ്യേഷ്ഠനും സഹോദരനും അച്ഛനെ പോലെയൊക്കെ കണ്ടു. മനു ഒന്ന്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഡിഫറെന്റ് ജാതിയിലും മതത്തിലും ഉള്ളവരല്ലേ എല്ലാവരും. പക്ഷെ നമുക്ക് ആ സ്നേഹത്തെക്കാൾ വലുതാണോ ജീവിതത്തിൽ കൊണ്ട്? ആ സോഷ്യലിസം, ആ സെക്യുലറിസം അല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഞാൻ ദയവായി ഐഷ പോറ്റിയെ, നിങ്ങൾ അത്ര വൾഗറായിട്ടുള്ള ചീത്തവിളിയിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തണം. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കയറുക, രാഷ്ട്രീയമായി വർക്കൗട്ട് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവരെ ഇനി അലക്കുമ്പോൾ അത് ശരിയായ രാഷ്ട്രീയമല്ല, അത് ദോഷം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് തോന്നി, അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. UDFനെ വിജയിപ്പിക്കാൻ വേണ്ട നടപടികൾ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം. ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് UDFന്റെയാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് നിയമസഭയിൽ ഒരു കസാരയിൽ കൊട്ടാരക്കരയുടെ MLA ആയി ഐഷ പോറ്റി ഉണ്ടാകാൻ നിങ്ങളുടെ വോട്ടുകളും വളരെ ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിതിനും ലിജോ തങ്കച്ചനും IV ജോയും ജിനു ജോർജും എല്ലാവരും, ഓൾ മെമ്പേഴ്സ് ഷുഡ് വോട്ട് ഫോർ UDF. UDF വരും, എല്ലാം ശരിയാവും. ജസ്റ്റിൻ ജോൺസൺ, താങ്ക് യു.